ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷെറീസ് വ്ളോഗ്. ഇന്ന് ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോഴത്തേനും വേഗം മീനും കറിയും പെരിയൊക്കെ ആക്കി ചോറൊക്കെ ആക്കി വെച്ചിട്ട് വേഗം ക്ലീനിങ് പരിപാടിക്ക് പോവുകയാണ് കേട്ടോ. ഫുഡൊക്കെ ആയാൽ പിന്നെ നമുക്കൊരു സമാധാനമാണല്ലേ. പിന്നെ ക്ലീനിങ് പരിപാടിക്ക് നിൽക്കുമ്പോൾ കുറേ ടൈം പിടിക്കുമല്ലോ. അപ്പോൾ വേഗം ഇതൊക്കെ ചെയ്താൽ സമാധാനമാണ്. അത് ഞാൻ ഓഫീസ് റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. ജനലും വാതിലും സോഫയും ഒക്കെ തുടച്ച് നന്നാക്കണം കേട്ടോ. കുറച്ചായി ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നിറച്ച് പൊടിയും മറാലയും ഒക്കെ ആവും. മോളാണ് കേട്ടോ ഇപ്പോൾ അടിച്ചു വാരലും തുടക്കലും ഒക്കെ. അവൾ അടുത്ത മാസം അവൾക്ക് ക്ലാസ് തുടങ്ങും. അതുവരെ അവൾ ചെയ്യും. പിന്നെ ഞാൻ തന്നെ ചെയ്യണം. ജനാലൊന്നും തുറന്നിട്ട് കിട്ടണ തന്നെ എല്ലാം അടച്ചിട്ടിട്ടേ. അപ്പോൾ ഒക്കെ ഒന്ന് തുറന്നിടുകയാണ്. ഓഫീസ് റൂം വല്ലാതെ ജനാലൊന്നും തുറക്കലില്ല. പൂച്ച കയറി മുത്രയിച്ച് വെച്ചാൽ ഭയങ്കര സ്മെല്ലാണ്. അത് കരുതിയിട്ട് ഓഫീസ് റൂമിലത്തെ ജനാലൊന്നും അങ്ങനെ ഞങ്ങൾ തുറക്കലില്ല. ഒക്കെ ഒന്ന് തുറന്നൊക്കെ പൊടി തട്ടി ആദ്യം ഒന്ന് പൊടി തട്ടിയെടുക്കുക. എന്നാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഒന്ന് തുടച്ചെടുത്താൽ മതി. മാറാലയും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ കാണാനായിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ കുറേ ദിവസമായി കരുതണമെന്ന് ശരിക്കും വൃത്തിയാക്കണം എന്നൊക്കെ. അപ്പം അതിനൊരുങ്ങിയിട്ടില്ല. എന്നാണ് ഇപ്പം അതിന് തോന്നിയത്. ഒന്ന് വൃത്തിയാക്കട്ടെ എഴുതി. മറാലൊക്കെ തട്ടിക്കഴിഞ്ഞ് ജനാല തുടക്കുകയാണ് കേട്ടോ. ഓരോ ദിവസം കുറച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ എടുക്കാൻ കരുതി നമ്മൾ കുറേ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് നമുക്ക് വലിയൊരു ഭാരമാവും. അപ്പം ഞാൻ എല്ലാം ഫുള്ള് എടുക്കണം എന്ന് എഴുതിയിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരോടും ചെയ്ത് കഴിയുമ്പോഴത്തേന് വൈകുന്നേരം ആകുമ്പോഴത്തേന് വയ്യാണ്ടാവും. എന്നാലും നാളെ എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നീ ഞാൻ ഫുള്ളാക്കും ചെയ്യും. ഒരു ജനാല തുടച്ച് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ അടുത്ത രണ്ട് ജനാലയാണ് ഓഫീസ് റൂമിലുള്ളത്. അപ്പം ഞാൻ അടുത്തത് കഴിക്കണം. തുടച്ചിങ്ങനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. ഇതിനിട്ട് ഇറങ്ങി തിരിക്കൂല, അതാണുള്ളത്. തുടച്ചാലാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാവും. ആദ്യമൊക്കെ മാസത്തിലൊരിക്കൽ ഒക്കെ വൃത്തിയാക്കും കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്യൂല. അപ്പോൾ കുറേ 2-3-4 മാസമൊക്കെ കൂടുമ്പോഴേ ജനലും വാതിലൊക്കെ ഒന്ന് തുടക്കുള്ളൂ. ബാക്കിയൊക്കെ ചെയ്യും. അങ്ങനെ പോവലാണ്. എല്ലാവരും എൻ്റെ മാതിരിയാണോ അല്ലെങ്കിൽ എന്നും ആഴ്ചയിലൊക്കെ ക്ലീൻ ആക്കുമെന്നൊക്കെ കമൻറ്റ് ഇടൂലി കേട്ടോ. സോഫയൊക്കെ തുടക്കുകയാണ്. സോഫമ്മലൊക്കെ മാറാലുണ്ട്. അപ്പോൾ അതൊക്കെ തുടച്ച് നന്നാക്കുകയാണ്. ഈ ബ്ലാക്ക് ആയതുകൊണ്ട് എളുപ്പം പൊടിയായാൽ അറിയുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുക്കണം അതൊക്കെ. അടുത്ത ജനാല തുറക്കട്ടെ എഴുതിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. സച്ചു രാവിലെ സ്കൂൾക്ക് പോയതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. എല്ലാവരുടെ നാട്ടിലും മഴയൊക്കെ പെയ്തില്ലേ. എവിടെയും പെയ്തിന് കേട്ടോ. അന്ന് പെയ്തിട്ടില്ല. ഇന്നലെയൊക്കെ കുറച്ച് പെയ്തു. ഇന്നലെ മിനിയാന്നൊക്കെ. അതിന് എത്ര ദിവസം ഉണ്ടാവുന്നൊന്നും അറിയൂല. ജനാലൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ മാറാലൊക്കെ തട്ടണത്. ഫസ്റ്റ് മാറാല തട്ടേണ്ടി. പക്ഷേ ഞാൻ ജനാലൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടാണ് അതിനൊരുങ്ങണത്. ഈ ഓടിൻ്റെ അടിയിൽ നിന്നൊക്കെ മാറാല കിട്ടണമെങ്കിൽ ഇങ്ങനെ പരന്നിട്ടുള്ള മാറാലക്കോല് വേണം കേട്ടോ. അത് ഞാൻ മറ്റേത് വാങ്ങുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള മാറാലൊന്നും കിട്ടൂല. ഇനി പിന്നെ ഇത് വാങ്ങിയപ്പോഴാണ് റെഡി ആയത്. അപ്പം മാറാലൊക്കെ തട്ടലൊക്കെ കഴിഞ്ഞ് സോഫമ്മലുള്ള പൊടിയൊക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കി പോയാൽ പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരു സുഖമാണല്ലോ. പിന്നെ വാതിലൊന്ന് പൊടിയൊക്കെ തട്ടിങ്ങാണ്ട് ഒന്ന് തുടച്ചെടുത്ത ഓഫീസ് റൂമത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനി വേഗം അടിച്ചു വാരട്ടെ എഴുതി പോവുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ ആ റൂമത്തെ കഴിയല്ലോ. പിന്നെ തുടച്ചാൽ മതി. തുടക്കൽ പിന്നെ ലാസ്റ്റാണ്. റൂം ഒന്നായിട്ട് കഴിച്ചിട്ട് പിന്നെ തുടക്കൽ ഒന്നായിട്ട് തുടക്കാമെന്ന് കരുതും. അപ്പോൾ അടിച്ചാലും കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക് പോവുകയാണ്. ലൈറ്റൊക്കെ ഓഫാക്കി പോവുകയാണ് കേട്ടോ. അടുത്ത റൂമിൽ ജനാലൊക്കെ വേഗം ഒന്ന് തുറന്നിട്ട് എഴുതിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ജനവാതിൽ തുടക്കലാണല്ലോ അല്ലേ നമുക്ക് ഏറ്റവും റിസ്ക് പിടിച്ച പണി. നമ്മൾ പെണ്ണുങ്ങൾക്ക് പിന്നെ എളുപ്പം കഴിയൂലല്ലോ. ഇപ്പോഴത്തെ കമ്പിയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ നേരെയുള്ള സ്റ്റീലിൻ്റെ കമ്പിയൊക്കെ എളുപ്പം കഴിയും. ഇത് പണ്ടത്തെ ഞങ്ങളെ 24 വർഷമായി ഞങ്ങൾ വീട് വെച്ചിട്ട്. അന്നുള്ളതല്ലേ. അന്നൊക്കെ ഇങ്ങനത്തെ കമ്പിയാണ്. ഇതൊക്കെ ഉരച്ച് നന്നാക്കണമെങ്കിൽ ചില്ലറ പാടൊന്നുമല്ല. അത് ആലോചിക്കുമ്പോൾ തന്നെ ജനാലിൻ്റെ അടുത്തേക്കൊന്നും വരൂല.
അത് വേറെ കാര്യമാവും. പിന്നെ ഇത് നമ്മളെ വീടാണല്ലോ കരുതിയിട്ട് നമ്മൾ നന്നാക്കും. പിന്നെ അങ്ങനെയാണ് അത്. പിന്നെന്താ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. ഞാൻ പുതിയ ആളായതുകൊണ്ട് സബ്സ്ക്രൈബറൊക്കെ കുറച്ചേ ഉള്ളൂ. നിങ്ങളൊക്കെ ചെയ്താലേ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യോണ്ടിട്ടോ. എൻ്റെ ജനവാതിലൊക്കെ തുടച്ച് കഴിയാനായിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ മാറാല തട്ടുകയാണ്. മാറാലൊക്കെ വേഗം വേഗം തട്ടുകയാണ് കേട്ടോ. എന്നിട്ട് വേണം റാക്കിൻ്റെ മേലൊക്കെ ഒന്ന് നന്നാക്കാൻ. ഈ റേക്കുണ്ടായി നമ്മളെല്ലാ സാധനവും അതിൻ്റെ മേലെ ഇങ്ങനെ വെക്കൂലേ, എത്ര വെക്കണ്ട വിചാരിച്ചാലും വെക്കും. പിന്നെ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് തട്ടി ഒക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കി ഒക്കെ റെഡിയാക്കണം. ആ പൊടികളൊക്കെ തട്ടി അതൊന്നും സെറ്റ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് പൊടിയാവും. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടിച്ച് വരുമ്പോൾ തന്നെ അതൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. റാക്കിൻ്റെ മേലും കൂടിയൊക്കെ തട്ടി കൊട്ടി അതിലൊക്കെ തുടച്ചൊന്നാക്കി അടിച്ചു തരാൻ പോവുകയാണ് കേട്ടോ. റാക്കിൻ്റെ മേലെ നിന്ന് തട്ടിയിട്ട സാധനങ്ങളാണ് കാണുന്നതൊക്കെ. ഒക്കെ എന്തുണ്ടെങ്കിലും വേഗം റാക്കിൻ്റെ മേലേക്ക് ഇടും. പിന്നെ അതേമാതിരി ഒരു ദിവസം ഒന്നായിട്ടൊരു ക്ലീനിങ് ആണ്. അപ്പോഴാണ് ഇതൊക്കെ പുറത്തേക്ക് ചാടിക്കുക. പിന്നെ അതൊന്നും വേണ്ട, ഒക്കെ അടിച്ചു വാരി കൊണ്ടുപോയി കളയും. 2 റൂം കഴിഞ്ഞിപ്പോൾ ഡൈനിങ് ഹാൾ നന്നാക്കട്ടെ എഴുതി വന്നതാണ്. മറാലൊക്കെ തട്ടി അടിച്ച് വരട്ടെ എഴുതിയിട്ടേ. ഈ ജനവാതിലൊക്കെ ഞാൻ പിന്നെ ഒരു 2 ആഴ്ച മുന്നേ നല്ല തുടച്ച് വൃത്തിയാക്കിന്. അപ്പോൾ അത് തുടക്കാനൊന്നുമില്ല. അപ്പോൾ വേഗം ഒന്ന് അടിച്ച് വാരിങ്ങാണ്ട് തുടച്ചാൽ മതിയല്ലോ. സോഫേൻ്റെ ഒക്കെ കാലും ഇതൊക്കെ ഒന്ന് തുടക്കും വേണം, അതൊക്കെ ചെയ്യണം. അപ്പം അതിനുള്ള സോഫേൻ്റെ കാലും ഇതൊക്കെ തുടച്ച് നന്നാക്കിയിട്ടോ. സോഫയൊക്കെ ഒന്ന് നല്ലോണം വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കി. ദീപാങ്കൂട്ടൊക്കെ ഒന്ന് ഒക്കെ തട്ടിക്കൊട്ടി റെഡിയാക്കുകയാണ് കേട്ടോ. അതിൻ്റെ കാലൊക്കെ തുടച്ച് നന്നാക്കി. ഇപ്പോൾ ഫുള്ള് എടുക്കുകയാണല്ലോ, അപ്പോൾ എല്ലാതും എടുക്കണമല്ലോ. എന്നിട്ടാണ് പിന്നെ മാറാലൊക്കെ തട്ടാൻ പോയത്. പിന്നെ ഏതായാലും മാറാലൊക്കെ തട്ടി ഫാനൊക്കെ അതുകൊണ്ട് തന്നെ വൃത്തിയാക്കിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഫാന് കുറച്ച് മുന്നേ ഞാൻ തുടച്ചിന്. അപ്പോൾ വല്ലാതെ പൊടിയൊന്നുമില്ല. അപ്പോൾ അത് മാറാലൊക്കെ കൊണ്ട് തന്നെ തട്ടിയപ്പോൾ അതൊക്കെ പോയി. പിന്നെ എല്ലാ മാറാലകളൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞ് പിന്നെ ഗ്ലാസ്സും പിന്നെ അവിടെ പൂ വെച്ചിങ്ങനെ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കി. ചുമരും ഒക്കെ തുടക്കൂട്ടോ ഞാൻ. എന്നിട്ട് പിന്നെ ഞാൻ ആകെ ഒന്ന് അടിച്ച് വാരിയൊക്കെ വലിച്ച് വാരി ഇട്ടിരിക്കുകയാണല്ലോ. അടിച്ച് വാരി ഡൈനിങ് ഹാളിൽ ഇപ്പുറത്തേക്ക് കൊടുന്ന് കൂട്ടി. ഇനി മറ്റേ റൂം നന്നാക്കാൻ പോകട്ടെ എത്തിയാണ്ട് അതിനൊരുങ്ങുകയാണ്. വേഗം അടിച്ച് വാരിയിട്ട് ഇവിടെയും ഫസ്റ്റ് മാറാലൊക്കെ തട്ടട്ടെ എത്തി ഞാൻ. അപ്പോൾ വേഗം ആ പണി ആദ്യം കഴിക്കുകയാണ് ഈ റൂമിൽ. എന്നിട്ട് വേണം ജനവാതിലൊക്കെ തുടക്കാനൊക്കെ. ഇപ്പോൾ കബോർഡൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഒക്കെ പൊടിയുണ്ട്. നമ്മൾ പൊടിയില്ല എന്നൊക്കെ കരുതും, പക്ഷെ തുടച്ച് കഴിയുമ്പോൾ ഒക്കെ പൊടിയാവും. അങ്ങനെ ഈ റൂമും കഴിഞ്ഞു കേട്ടോ. ഈ റൂമത്തെ മറാലട്ടലും പൊടിയട്ടലും ഒക്കെ അൾമറൊക്കെ തുടച്ചു. ഇനി അടുത്ത റൂമിൽ ഇതൊക്കെ തുടക്കുകയാണ് കേട്ടോ. ഞാൻ ഈ തുടപ്പ് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ തുടക്കൽ. ഇങ്ങനെ നമ്മൾ ഉയരത്തൊക്കെ തുടക്കാണ്ടെങ്കിൽ ഈ തുടപ്പ് കൊണ്ട് തുടക്കാൻ പറ്റും. നല്ല സുഖമാണ്. അതിനൊരു പൈപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഞാൻ നീളം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് ചുമരും പിന്നെ ഇങ്ങനെ കബോർഡുകളൊക്കെ തുടക്കാം. എത്താത്തോടൊക്കെ തുടക്കാം നമുക്ക്. നല്ല സുഖമാണിത്. പണി എളുപ്പമാവും കേട്ടോ. ഞാൻ കാറ് വരെ ഇതുകൊണ്ടാണ് കഴുകൽ. കാറിൻ്റെ മേലൊന്നും എത്തൂലല്ലോ, അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് കഴുകൽ. കിച്ചൻ്റെ ടൈൽസൊക്കെ തുടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കത്തിത്തത് ഒക്കെ ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ടൈൽസ് തുടക്കലും ഒക്കെ കഴിഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയതാണ്. ഈ സിറ്റ് ഔട്ട് അടിച്ച് തരണം, മാറാല തട്ടണം, ഈ കാലുകളൊക്കെ ഒന്ന് തുടക്കണം. ഇന്ന് ഫുള്ള് പണി തന്നെ. നിങ്ങളാരും എടുക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ കുറച്ച് എടുത്തോണ്ട്. ഞാൻ എളുപ്പം കഴിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. തൂണൊക്കെ ഒന്ന് വേഗം തുടച്ചെടുക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയിപ്പോഴത്തിന് തന്നെ. പിന്നെ ഞാൻ ചെടികളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. പൊടിയൊക്കെ നിറഞ്ഞിട്ടേ പൊടിയൊക്കെ ഉണ്ടായ്മ കൂടെ ഒക്കെ. അപ്പോൾ ലീഫൊക്കെ ഒന്ന് പിന്നെ തുടച്ച് കൊടുക്കുകയാണ്.
ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യണം, അപ്പോഴേ എനിക്കൊരു സന്തോഷം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ പൊടി പിടിച്ച് കാണുമ്പോൾ നമുക്കൊരു സുഖമില്ലല്ലോ. അപ്പോൾ എല്ലാ ചെടിയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ചെയ്യും കേട്ടോ, സിറ്റൗട്ടിൽ വെച്ചതൊക്കെ. ഇത് പൊടി തുടച്ചെടുക്കുമ്പോൾ നല്ല ഗ്ലേസിങ് ആണ് ഇലകൾക്കൊക്കെ. നമ്മളെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളും കാണുമ്പോൾ നമുക്ക് ഹാപ്പി ആവണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യണത്. ആദ്യം എൻ്റെ അടുത്ത് കുറേ ഇൻഡോർ പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ കുറേ മുറ്റത്ത് വെച്ച് അങ്ങനെയൊക്കെ കുറേ ഒഴിവാക്കി. അപ്പോൾ കുറച്ച് ഞാൻ സിറ്റൗട്ടിൽ വെച്ചിട്ടുള്ളൂ. അകത്തൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ച്. അങ്ങനെ സിറ്റൗട്ടിലുള്ള ചെടികളൊക്കെ ഫുള്ള് ഞാൻ തുടച്ചു കേട്ടോ. ഒക്കെ തുടച്ച് കഴിഞ്ഞ് പിന്നെ ഞാനിനി ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പം ഇനി പിന്നെ അകത്തേക്ക് കയറിയതാണ് തുടക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പം ഇനി തുടക്കൽ തുടങ്ങട്ടെ വിചാരിച്ച് തുടപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് തുടക്കലോടുകൂടി കഴിഞ്ഞു കേട്ടോ. തുടച്ചൊക്കെ കഴിഞ്ഞ് വൃത്തിയിലിങ്ങനെ കാണുമ്പോൾ എന്തൊരു സുഖമാണില്ലേ. ഞാനിതൊക്കെ കഴിഞ്ഞ ഒന്നിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ, ഇത് കാണാൻ വേണ്ടിയിട്ട്. ആ വൃത്തിയിൽ നമുക്കതിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണല്ലോ. ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ ക്ലീനിങ് വീഡിയോ കഴിഞ്ഞു കേട്ടോ. സിറ്റൗട്ടും ഒക്കെ തുടച്ച് കഴിഞ്ഞ് പോയി നോക്കുകയാണ് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറായില്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.